മുജാഹിദിന്റെ സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ തൗഹീദിന്റെ വിവക്ഷ പറയുന്ന സ്ഥലത്ത് എഴുതിയത് കാണാം. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ബുക്കിന്റെ മനുഷ്യ കഴിവിന് അതീതമായ വിധത്തിൽ രക്ഷാശിക്ഷകൾ ഏൽപ്പിക്കാനുള്ള കഴിവ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ മനുഷ്യ കഴിവ് വെച്ചാൽ സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന സാധാരണ കഴിവ്, ആ നിലക്കുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഇവർ വാദിച്ചു. ഇവർ ശരിക്കും മനസ്സിലാക്കണം, സാധാരണ മനുഷ്യന്മാർക്കുണ്ടാകുന്ന സാധാരണ കഴിവ്, അതിനപ്പുറം ഒരു കഴിവ് ഒരു മഹാനുമില്ല, അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് അവർ മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന ബുക്കിൽ പഠിപ്പിച്ചു. അതുപോലെ സക്കരിയ സലാഹി പ്രസംഗിക്കും എന്ത്, ജിന്നിനും മലക്കിനും ഒന്നും ഉത്തരം ചെയ്യാൻ കഴിയൂല എന്ന് സക്കരിയ സലാഹി. ഉത്തരം കിട്ടാത്തവരോട് മലക്കുകളെയും മുസൈറിനെയും ജിന്നുകളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നതോട് പറയാണ് ഖിയാമത്ത് നാൾ വരെ ഉത്തരം കിട്ടാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപഴച്ചവൻ വേറെ ആരുണ്ട്? ഇത് കേട്ട് ചില സാധുക്കൾ വിവരമില്ലാതെ മുജാഹിദായി. നല്ല രസായിപ്പോ പറയാൻ പോകുന്നു. ഇത് കേട്ടിട്ട് മുജാഹിദായി. കൂട്ടത്തിലൊരു മൊയ്ലിയാര് മുജാഹിദായി. ഫൈസൽ മുസ്ലിയാർ എന്നിട്ട് ഒരു വിവരമില്ലാത്ത മൊയ്ലിയാർ മുജാഹിദായി. ഇപ്പൊ മുജാഹിദിന്റെ സ്റ്റേജ് വെൽക്കണോ ഫൈസൽ മുസ്ലിയാർ മൂപ്പര് നെല്ലിക്കുത്ത് ഉസ്താദിനെ കെണ്ണിച്ച് പ്രസംഗിക്കുന്നതാ കേൾപ്പിക്കാൻ പോകുന്നു. എന്താ പറയുന്നറിയോ? നെല്ലിക്കുത്ത് ഉസ്താദിനോട് ചോദ്യം, മുഖാമുഖത്തിൽ ചോദ്യം. എന്താ ചോദ്യം? അഭൗതികമായ നിലക്കുള്ള സഹായം അല്ലാത്തവര് ചെയ്യൂല എന്നാണല്ലോ മുജാഹിദിന്റെ ആശയം. ജിന്നിന്റെ സഹായം ഉണ്ടാവില്ല, മലക്കിന്റെ സഹായം ഉണ്ടാവില്ല, ഒക്കെ അഭൗതികമാണല്ലോ, മനുഷ്യ കഴിവിനപ്പുറമാണല്ലോ. മനുഷ്യ കഴിവിനപ്പുറമുള്ള സഹായം അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. ഞാൻ പുസ്തകത്തിൽ കാണിച്ചില്ല, മുജാഹിദിന്റെ പുസ്തകത്തിൽ. അപ്പൊ മലക്കിന്റെ സഹായം ഉണ്ടാവില്ല, ജിന്നിന്റെ സഹായം ഉണ്ടാവില്ല എന്ന് ഇടമുട്ടൻ സംവാദത്തിന് വരെ സക്കരിയ സലാഹി വരെ പ്രസംഗിച്ചു കഴിഞ്ഞതാ. അവരെ ബുക്കിൽ മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന ഈ ബുക്കിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതുമാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, ഈ ആശയം ഇപ്പൊ ഇവിടെ 82 അച്ചടിച്ചാണ് ഫെബ്രുവരി മാസം. എന്നാൽ സഹോദരന്മാരെ, ഈ ബുക്ക് വായിച്ചിട്ട് കുറെ ആൾ മുജാഹിദായി. മൗലവിമാരെ പ്രസംഗം കേട്ട് മുജാഹിദായി. കൂട്ടത്തിലൊരു മൊയ്ലിയാർ മുജാഹിദായി. അതാണ് ഫൈസൽ മുസ്ലിയാർ. ഈ ഫൈസൽ മുസ്ലിയാർ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുകയാണ് സുന്നിയക്കെതിരെ. അയാൾ ക്ലിപ്പ് വെക്കുകയാണ്, ഞാനും വെക്കും പോലെ. എന്താ വെക്കുന്നത്? നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ചോദ്യത്തിന്റെ മറുപടി. നെല്ലിക്കുത്ത് ഉസ്താദ് എന്താ പറയുന്നത്? അഭൗതികമായ സഹായം അള്ള മാത്രമല്ല ചെയ്യുക, സൃഷ്ടികളും ചെയ്യും. അതിനൊരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ബഹീർ. അള്ളാന്റെ പുറമെ, അള്ള കൊടുക്കുന്ന കൈകൊണ്ട് തന്നെ അള്ളാന്റെ പുറമെ മലക്കുകളും സഹായികളാണെന്ന് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ് എന്ന് ഉസ്താദ് മറുപടി വരെയാണ് ആയത്ത് ഓതിയിട്ട്. അതിന് മൗലവിക്ക് മുസ്ലിയാർ തന്നെ മൗലവിക്ക് മറുപടി ഒന്നും ഇല്ലട്ടോ, ആയത്തിന് മറുപടി ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ മൂപ്പര് പറയാ, കണ്ടാ നെല്ലിക്കുത്ത് മുസ്ലിയാർ പറഞ്ഞ കണ്ടോ, അഭൗതികമായ സഹായം ചെയ്യൂന്നാ പറയും, അഭൗതികമായ നിലക്ക് സഹായിക്കാൻ കഴിയൂന്നാ പറയും എന്ന് ഈ മൗലവിയായ മുസ്ലിയാർ അല്ലെ മുസ്ലിയാരായ മൗലവി പ്രസംഗിക്കുന്നത് ആദ്യം ഞാൻ കേൾപ്പിച്ചു തരാം. എന്നിട്ട് ആ മൗലവി കുടുങ്ങിയ കുടുക്കാൻ ഞാൻ പിന്നെ കേൾപ്പിക്കാൻ പോകുന്നത്. ആദ്യം ഒന്ന് കേൾപ്പിച്ചിട്ടാ മോനെ ഫൈസൽ മുസ്ലിയാർ എന്ന് പറയട്ടെ. എന്താണ് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ഏതും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് വരെ അവിടുന്ന് മുജാഹിദുടെ ചോദ്യത്തിന് ഫത്വയായി കൊടുത്തത് നിങ്ങൾ ആദ്യം കാണുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്, സാധാരണമല്ല, അസാധാരണമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ കണ്ടങ്ങള്, അഭൗതികമായ സഹായങ്ങൾ പോലും അല്ലാഹുവല്ലാത്ത ആളുകൾ ചെയ്യും. അഭൗതികം എന്ന് എന്താ? നേക്കുന്നതിനുള്ള ആ നേക്കുന്നതിന് ചെയ്യുന്ന സഹായമല്ലാത്തത് അത് മലക്കുകൾ ചെയ്യുന്ന ഉസ്താദ് പറഞ്ഞു. അതിനെ മൂപ്പര് ഗണ്ണിക്കാൻ നേർക്കേരല്ലാത്തത് നമ്മൾ കാണുന്നില്ലല്ലോ. അങ്ങനത്തെ സഹായം
അല്ലല്ലാത്തവർ ചെയ്യൂന്ന് പറഞ്ഞാലും ആയത്തോതിയിട്ട് പറഞ്ഞാലും എന്നാ മൂപ്പര കംപ്ലൈന്റ്. എന്നാൽ ഇപ്പം മൗലവിമാർ എവിടെ എത്തിയെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്നാൽ ഇത് പറഞ്ഞപ്പോ ഇത് ഈ ഫൈസൽ മുസ്ലിയാർ എന്ന മുജാഹിദേ ഇത് പറയുന്ന മൗലവി ഗ്രൂപ്പാണ്. അപ്പൊ ഇത് എടുത്തിട്ട് നമ്മുടെ മടവൂർ ഗ്രൂപ്പിന്റെ ലത്തീഫ് മൗലവി കരിമ്പിലാക്കൽ അയാൾ എടുത്ത് ഉദ്ധരിക്കുന്നതും കൂടെ ഒന്ന് കേട്ടോളി എന്ന് വെച്ചോട്ടെ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അഭൗതികമായ സഹായങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള പല മാർഗങ്ങളും ഇവിടെ സമർത്ഥിക്കുകയാണ്. എന്നാൽ അത് ശരിയല്ല എന്നാണ് അവരോട് മറുപടി പറയുമ്പോൾ നമ്മളെ ഫൈസൽ മുസ്ലിയാർ സംസാരിക്കുന്നത്. ഫൈസൽ മുസ്ലിയാരാണോ അല്ല എന്നുള്ളത് വേറെ പറയണം, അത് മൗലവിമാർ തീരുമാനിക്കേണ്ട കാര്യം. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ അതേ നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സക്കരിയ സലാഹി, അതേ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ സക്കരിയ സലാഹി പറയുന്നത് എന്ന് മടവൂർ മുജാഹിദ് പറയാൻ. ഇനി സക്കരിയ സലാഹി പറയുന്നത് കേട്ടോളി നിങ്ങൾ എന്നാ കേട്ടോളെ. 17 മലക്കുകൾ സഹായിക്കുന്നുള്ളതിന് ആയത്ത് തെളിവുദ്ധരിക്കുന്ന സക്കരിയ സലാഹി നേരത്തെ നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞത് സക്കരിയനെ കൊണ്ട് ഏത്തടിക്കാണ് എന്ന് വെച്ചോട്ടവനെ. അപ്പൊ ജിന്നിനുള്ള ഉപദ്രവം, മറ്റു മനുഷ്യനുള്ള ഉപദ്രവം, ഇഴജന്തുക്കളുടെ ഉപദ്രവം, ഇതൊക്കെ തടുക്കാൻ ഓരോ മനുഷ്യന്റെ കൂടെയും ഓരോ മലക്കിനെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഏർപ്പെടുത്താത്തൊരു മനുഷ്യനുമില്ല. അപ്പൊ ഈ മലക്കിന്റെ സഹായം നിത്യേന നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിച്ചാൽ ശിർക്കായി എന്നാണ് ഈ സുല്ലമി പറയണത്. എന്താ അപ്പൊ ഇയാളെ കഥ? ഇത് മാത്രം, ഇത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടോളൂ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ ഇങ്ങനെയും റിവായത്ത് വന്നിരിക്കുന്നു. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അടിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ വല്ല മതിലും വീഴുകയോ, അവൻ കിണറ്റിൽ വീഴുകയോ, അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ, അവൻ മുങ്ങിപ്പോവുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അവന്റെയും വിധിയുടെയും ഇടയിൽ അവർ ഒഴിവാക്കി കൊടുക്കും. അഥവാ അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു മാറി നിൽക്കും. കണ്ടോ? ഇതൊക്കെ അലി റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ അള്ളാഹ് ശിർക്ക് പ്രചരിപ്പിച്ചു, അമാനി വഴി ശിർക്ക് പ്രചരിപ്പിച്ചു. ഈ പറഞ്ഞ സഹാബികളും താബികളൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചു. അള്ളാഹ് ശിർക്ക് പ്രചരിപ്പിച്ചു ഞങ്ങൾ പറയുന്നത് മൂപ്പർ ചോദിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്തായി? ഇപ്പം മടവൂരും മുജാഹിദും മറ്റേ മുജാഹിദ് തമ്മിൽ മുട്ടിയപ്പോ ഇസ്മായിൽ ഉസ്താദിന്റെ തെളിവ് സക്കരിയ സലാഹി ഇപ്പം പറയുന്നത് മലക്കുകൾ സഹായിക്കും. ഇനി ഒന്നുകൂടി കേട്ടോളി. മലക്കുകളെ കാവല് കിട്ടും, മലക്കുകൾ സഹായിക്കുമെന്ന് വിശ്വസിച്ച ശിർക്കാണെന്ന് ശബാബില് മടവൂർ മുജാഹിദികൾ പറഞ്ഞത് ഖുർആനെതിരാണ് എന്നാ ഇപ്പൊ സക്കരിയ സലാഹി പ്രസംഗിക്കുന്നത്. എന്നാൽ അതേ സക്കരിയാന്റെ സംവാദവും പ്രസംഗവും കേട്ടിട്ട് നമ്മളെ ഫൈസൽ മുസ്ലിയാർ പെടുകയും ചെയ്തു. ഫൈസൽ മുസ്ലിയാർ നെല്ലിക്കുത്ത് ഉസ്താദിനെ വിമർശിച്ച് പെട്ട് ഇപ്പൊ കുടുങ്ങിക്കെടുക്കാണ് ഫൈസൽ. അതിലെന്താ പറയോ? ഈ അഭൗതികമായ സഹായം, അഭൗതികമായ കഴിവ് അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. നിങ്ങൾ ആലോചിക്കണേ, മുജാഹിദ് സെന്ററിന്റെ പുസ്തകിച്ച ബുക്കിലെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായിക്കാൻ അള്ളാഹ്ക്കേ കഴിവുള്ളൂന്നും അഭൗതികമായ നിലക്കുള്ള സഹായം ചെയ്യും മലക്കുകളെന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പ്രസംഗിച്ചപ്പോ അതിനെ മറ്റേ ഫൈസൽ മുസ്ലിയാർ ചോദ്യം ചെയ്തൊക്കെ ഞാൻ കേൾപ്പിച്ചില്ലേ. ഇപ്പൊ സക്കരിയ സലാഹി പറയുന്നത് അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. അഭൗതികമായ സഹായം അള്ളാഹ് മാത്രമേ ചെയ്യുള്ളൂ, അഭൗതികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വാദം തന്നെ മുജാഹിദിനില്ല. മുജാഹിദിനില്ല എന്ന് മാത്രമല്ല, മൗലവി പറയാണ് മടവൂര് മുജാഹിദിന്റെ വർഗത്തിൽപ്പെട്ടതാണ് കോയക്കുട്ടി ഫാറൂഖി. അയാള് തന്നെ നിങ്ങളാ ശബാബിൽ തന്നെ എഴുതിയിട്ടുണ്ട് മുജാഹിദിന് അങ്ങനെ വാദമില്ല, അതുകൊണ്ട് നമ്മൾ തമ്മിൽ മുത്തഫഖുൻ അലൈഹിയാണ്, രണ്ട് മുജാഹിദിനും അങ്ങനെ വാദമില്ല എന്നാണ് സക്കരിയ പ്രസംഗിക്കുന്നത്. അപ്പം സക്കരിയ പറയാണ് സുല്ലമീൻ ആകത്തർച്ച ഞാൻ എടുക്കും. ഒന്ന് കേട്ടോളി. നിങ്ങളെ സാക്ഷാൽ കോയക്കുട്ടി ഫാറൂഖി അദ്ദേഹം എഴുതുകയാണ്, ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. സുല്ലമീ ആത്തറച്ചി ഞങ്ങൾ കലക്കും, വൈദ്യച്ചോളി. സുല്ലമീ ആത്തറച്ചി ഞങ്ങൾ കലക്കും, വൈദ്യച്ചോളി. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ജിന്നുകളുടെയോ മലക്കുകളുടെയോ പ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകൾ അംഗീകരിച്ചാൽ മുശ്രിക്കാകുമെന്ന് മുജാഹിദുകൾക്കും വാദമില്ല. ഇയാളെന്താ പറഞ്ഞത്? മലക്കുകൾ സഹായിക്കും, ജിന്നുകൾ സഹായിക്കും എന്ന് വിചാരിച്ചാൽ ശിർക്കായി. കേട്ടോ, എല്ലാം പൊളിഞ്ഞു, എല്ലാം പൊളിച്ച്.
ഇപ്പൊ പറഞ്ഞതാണ് മലക്കുകളും ജിന്നുകളും സാധിച്ചാൽ ശിർക്കാവുന്നുള്ള സുല്ലമീന്റെ വാദാണ്. മുജാഹിദിയൊക്കെ അങ്ങനെ ഒരു വാദം തന്നില്ല. സുല്ലമീ ആ തർജി നമ്മള് കലക്കും. നിങ്ങളെ സുജാരിയൊക്കെ അങ്ങനെ വാദം തന്നില്ല. അഭൗതികമായ സഹായം അല്ല മാത്രമേ ചെയ്തു, അങ്ങനെ വാദം തന്നില്ല. പിന്നെ എന്തിനേലും മഞ്ചേശ്വരത്ത് എന്നോട് ചോദ്യം ചോദിച്ച് എന്നോട് ചോദിച്ചില്ലേ? എല്ലാ കാര്യവും ചോദിക്കാന്ന് ചോദിച്ചില്ലേ? എന്തിനും ചോദിച്ച്? ഖുർആനിലും ഹദീസിലും തെളിവില്ലാത്ത വാദം കൊണ്ട് തുടങ്ങിയതാ സുന്നികളെ മുശ്രിക്കാക്കാനേ. ഇപ്പൊ മൗലവിമാർക്ക് ഇത് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എത്തുന്നില്ല. അവസാനം പിന്നെ പോയി എത്തിയതായിരുന്നു മുജാഹിദിയൊക്കെ വാദം തരില്ല. ഏറ്റു സുലമി ആ തർച്ചി നമ്മൾ കലക്കൂ. ഇനി എപ്പോഴാണ് നമ്മളെ മൗലവി മറ്റേ മൗലവി ചോദിച്ചു, നിങ്ങൾക്ക് ജിന്നെവിടെ മൗലവി ഒരു വെച്ചുകൊടുത്തവനെ പറയടോ ജിന്നെവിടെ? കുട്ടികളെ കാസറ്റുമായി ഊരി തണ്ടുന്നവരെ പറയും നിങ്ങൾ എവിടെ നിങ്ങൾക്ക് ജിന്നെ? എവിടെ കുട്ടികളെ പറയടോ ജിന്നെവിടെ? കുട്ടികളെ കാസറ്റുമായി ഊരി തണ്ടുന്നവരെ പറയും നിങ്ങൾ എവിടെ നിങ്ങൾക്ക് ജിന്നെ? എവിടെ കുട്ടികളെ പറയടോ ജിന്നെവിടെ? ഇത് പറഞ്ഞപ്പോ ഈ ബൈസം മൗലവി പറഞ്ഞു, ഹദീസിലൊക്കെ പല സ്ഥലത്തും ശൈത്താൻ എന്ന് കാണുന്നുണ്ടല്ലോ, അതൊക്കെ വൈറസ് ആണ്, അല്ലെങ്കിൽ ബാക്ടീരിയ ആണ്, അല്ലെ ഫംഗസ് ആണ് എന്ന് പറഞ്ഞു. മൗലവി മുജാഹിദ് മറുപടി വരും. എന്താ മറുപടി വരോ? മൗലവി വൈറസ് ഉണ്ടോ റസൂലുള്ളാഹിന്റെ കാലത്ത്? പിന്നെ റസൂലുള്ളാഹിന്റെ കാലത്ത് വൈറസ് ഇല്ലേ? അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നല്ലാതെ വൈറസ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതൊന്ന് കേട്ടൂല. അയാളൊരു ഡോക്ടർ മൗലവി എന്ന് വെച്ചോട്ടാ മോനെ, റസൂലുള്ളാഹിന്റെ കാലത്ത് വൈറസ് ഉണ്ടോ എന്ന് ചോദിച്ചു. മുഹമ്മദ് നബി വൈറസിനെ പറ്റി പറഞ്ഞ മുഹമ്മദ് നബിന്റെ കാലത്ത് വൈറസ് ഉണ്ടോ സുല്ലമി? ഒന്നുകൂടി വെക്ക്. അത് 2001 ഉണ്ടായതാ. ഈ വൈറസ് 2001 ഈ മൗലവി ജനിച്ചതിന് ശേഷം വൈറസ് ഉണ്ടായത്. ഈ എന്താണ് ഒരു ചുക്കും മനസ്സിലാക്കാൻ കഴിയാതെ, ദുന്യാവ് അറിഞ്ഞൂടാ, ആഖിറ അറിഞ്ഞൂടാ, ഖുർആൻ അറിഞ്ഞൂടാ, ഹദീസ് അറിഞ്ഞൂടാ, ഒരു വിഷയം അറിയാതെ ഇമാമിങ്ങളെയും തള്ളിയിട്ട് മതം പറയാൻ പോയി. മൂപ്പര് പിന്നെ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് സംസാരിക്കുമ്പോൾ ഫസ്അലുഹുന്ന വറാഇ ഹിജാബ്, മറയന്റെ പിന്നിൽ സംസാരിക്കണോ പറഞ്ഞു. അപ്പൊ ഖുർആൻ പറഞ്ഞില്ലേ മോമിനീങ്ങൾക്ക് മറയന്റെ അപ്പുറമുള്ള കാണാൻ കഴിയൂലെന്ന്. ഔലിയാക്കൾ തന്നെ മോമിനീങ്ങൾ എന്നല്ലേ? അപ്പൊ മറയന്റെ അപ്പുറത്തുള്ള കർട്ടന്റെ അപ്പുറം കാണാൻ കഴിയാത്തവരെന്ന് പറഞ്ഞ ഔലിയാക്കളും അല്ല, കർട്ടന്റെ അപ്പുറം കാണാത്തവര്. മൂപ്പര് പറയും കർട്ടന്റെ അപ്പുറം കാണാത്തവരാണ് ഔലിയാക്കള്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപം. എന്നാൽ ലോകത്ത് ഏറ്റവും വലിയ മൂമിൻ ആരാ? ഒന്നാമത്തെ മൂമിൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ ഒന്നാമത്തെ വിശ്വാസി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് അബൂജഹലും കൂട്ടരും വന്നിട്ട് ഇസ്രായേലിന് പോയോ മുഹമ്മദ് നീ ബൈത്തുൽ മുഖദ്ദസ് പോയോ? പോയി. എന്നാൽ അതിനെത്ര ഡോറുണ്ട്, അതിനെത്ര പടിയുണ്ട് എന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സ മക്കയിൽ ഇരുന്നിട്ട് നോക്കി അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കിയിട്ട് അതിന്റെ എണ്ണ അങ്ങ് പറഞ്ഞു കൊടുക്കാണ്. രാത്രി പോയപ്പോണ്ടോ എണ്ണി വെച്ചിരിക്കുന്നത്, അവിടെ ഇരുന്ന് നോക്കിയിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളോട് പറയുന്നു, ഇന്നി ലാ യഖ്ഫാ അലയ്യ സലാത്തുകും വലാ ഖുശൂഉകും. ഓ ജനങ്ങളെ, നിങ്ങൾ പിന്നിൽ വെച്ചല്ലേ നിസ്കരിക്കുന്നത്, നിങ്ങളെ നിസ്കാരം ഞാൻ കാണുന്നുണ്ട്. വലാ ഖുശൂഉകും, നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഭയഭക്തി ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ മനസ്സിന്റെ ഉള്ളിലുള്ള ഞാൻ കാണുന്നുണ്ട്. സഹാബത്ത് കുപ്പായ ഇടാതെ മുണ്ടുടുക്കാതെയാണോ നിസ്കരിച്ചത്? സഹോദരന്മാരെ, സഹാബികളെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എല്ലാ കുപ്പായവും ധരിച്ചിട്ട് നെഞ്ഞത്തുള്ളതല്ല മനസ്സിന്റെ ഉള്ളിലുള്ളത് ഞാൻ കാണുന്നു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലില്ലേ മൗലവിന്റെ ന്യായീകരണം കേൾക്കാനോ? ഔലിയാക്കൾക്ക് പേരില്ലാന്ന് നിർത്തി. മഹാന്മാരായ ഔലിയാക്കളല്ലേ കർട്ടൻ ഈ പുറത്ത് നിൽക്കുന്നത്, അപ്പുറത്തും അവര് തന്നെയല്ലേ? ഈ രണ്ടു കൂട്ടർക്കും കാഴ്ചക്ക് തടസ്സം ഒരു കർട്ടനല്ലേ, ഒരു വിരിയല്ലേ, ഒരു ഹിജാബല്ലേ? ഒരു ഹിജാബ് ഇടക്ക് വന്നാൽ, ഒരു കർട്ടൻ ഇടക്ക് വന്നാൽ, ഒരു മറ ഇടക്ക് വന്നാൽ അപ്പുറത്തുള്ളത് കാണില്ലെന്നല്ലേ ഔലിയാക്കളെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നത്? ഒരു കർട്ടൻ വന്നാൽ അപ്പുറത്ത് കാണാത്തവരാണ് ഔലിയാക്കൾ എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നത്. എവിടെ അങ്ങനെ ഒരു ആയത്തുള്ളൂ? എവിടെ അങ്ങനെ ഒരു ഹദീസുള്ളത്? കർട്ടൻ വന്നാൽ അപ്പുറത്ത് കാണാത്തവരാണ് ഔലിയാക്കൾ. ഇപ്പൊ രാജ്യം എന്താ പറഞ്ഞേ? മുജാഹിദീങ്ങൾ ഔലിയാക്കളെ തള്ളുന്നില്ലട്ടോ, ഔലിയാക്കളെ നമ്മൾ തള്ളിയിട്ടൊന്നുമില്ലട്ടോ. ഇനി അതേ മൗലവി പറയുന്നു. ഇനി അടുത്തത് ഇപ്പൊ എന്താണ് മൗലവിമാരെ വാദം എന്നറിയോ? ഇപ്പൊ മുജാഹിദീങ്ങൾ സെലഫികൾ തമ്മിൽ തല്ലാണ്. എന്തിനാ തല്ല്? നിങ്ങളെന്താ വിചാരിച്ച്?
ഇപ്പൊ ഈ സെലഫിന്റെ മൗലവിമാര് എന്താണ് ഇങ്ങോട്ടല്ല എളിയത്, നാദാപുരത്ത്, പാറക്കടവ്, ഇങ്ങനെ നമ്മളെ ഈ ഭാഗത്തേക്ക് മൗലവിമാര് മുമ്പ് അങ്ങനെ വരലില്ലല്ലോ. ഇപ്പൊ എന്റെ മൗലവിമാർ ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനൊരു കാരണം. എന്താ കാരണോ? പുളിക്കല്, എടവണ്ണ, അതുപോലെ അരീക്കോട്, ഒതായി, കടവട്ടൂര്, എരഞ്ഞിന്റെ വീട്, ഇങ്ങനത്തെ ചില പ്രദേശങ്ങളുണ്ടല്ലോ മുജാഹിദീങ്ങൾ കൂടുതലുള്ള പ്രദേശം. അവിടെ ഒന്നും ഇപ്പൊ മൗലവിമാർക്ക് പോയിക്കൂടാ. അതെന്തേ? അവിടെ ചെന്നാല് ഈ മുജാഹിദീങ്ങളായ ആൾക്കാർ ചോദിക്കൂ, നിങ്ങൾ ഏതാ, ചേത്താന്റെ പാർട്ടിയോ അല്ല ചേത്താന്റെ എതിര് പാർട്ടിയോ? വെച്ചു കൊടുത്താ മോനെ. ഈ പുച്ഛം നിങ്ങൾ ആരോടാണ് പുച്ഛിക്കുന്നത്? അതെന്താ? ഈ മൗലവിമാര് രണ്ടായി പിരിഞ്ഞല്ലോ. അപ്പൊ അബ്ദുസ്സലാം സുല്ലമീന്റെ മടവൂര് മുജാഹിദീങ്ങൾ പറയുന്നത് ശൈത്താന് ജിന്ന് എന്നുള്ള ബാക്ടീരിയ ആണ്. എന്നാൽ നമ്മുടെ ഈ മുജാഹിദ് ഉണ്ടല്ലോ, ഏത് സക്കരിയ സലാഹി, ഹുസൈൻ സലഫി, എ പി അബ്ദുൽ ഖാദിർ മൗലവിന്റെ മൗലവി മുജാഹിദ്, ആ മുജാഹിദീങ്ങൾ പറയുന്നത് അങ്ങനെയൊന്നല്ലേ, ജിന്ന് ശൈത്താൻ എന്നെല്ലാം പറഞ്ഞാല് അതിനെ കൊണ്ട് ഒരുപാട് സഹായം കിട്ടും, അവർക്ക് പല കഴിവുണ്ട്. നമ്മള് ഒരു ജിന്നിനെ നമ്മൾക്ക് സഹായത്തിന് കിട്ടിയാല് സുബഹിക്കും കൂടി കിടന്നുറങ്ങൂല, നമ്മളെ ജിന്ന് വന്ന് വിളിച്ചുണർത്തിക്കോളും. അതിന്റെ പുറമെ വാഹന അപകടത്തിനൊക്കെ ശൈത്താൻ രക്ഷപ്പെടുത്തും. ഇങ്ങനെ വാഹന അപകടം ഉണ്ടാവുമ്പോ ജിന്ന് രക്ഷപ്പെടുത്തും. പിന്നെ അങ്ങനത്തെ ഒരുപാട് സഹായം കിട്ടും. ജർമ്മനിയിലുള്ള മരുന്ന് അരമണിക്കൂർ കൊണ്ട് ഞമ്മക്ക് ജിന്നുകൾ പോയിട്ട് ഇവിടെ കൊണ്ടുത്തരൂന്ന് വരെ സക്കരിയ സലാഹി പ്രസംഗിച്ചത് ഞാൻ കേൾപ്പിക്കാൻ പോവാൻ. മനസ്സിലായോ? ജർമ്മനിയിലുള്ള മരുന്ന് അരമണിക്കൂർ കൊണ്ടേ സക്കരിയ സലാഹി ഉടനെ തുടങ്ങുമ്പോ ചികിത്സ. അതിന് മറ്റേ മൗലവിമാര് പറയുന്നത് ചികിത്സിക്കാന് ഇവരെത്തി മൗലവിമാരെത്താരും പോകില്ല, കാരണം തലയെ കെട്ടാത്തോണ്ട്. അതിന് കുറച്ച് തലയെ കെട്ടിയ മൗലവിമാരെ ശരിയാക്കിയിട്ടുണ്ട്. അതാ ഫൈസൽ മുസ്ലിയാര്, മറ്റേ മുസ്ലിയാർ കുറച്ച് തലയെ കെട്ടിയവരെയും കാണാം നിങ്ങൾക്ക് ഇപ്പോ. അതിനെന്ന് വെച്ചാൽ ഈ ജിന്നു ശൈത്താന്റെ ചികിത്സക്ക് മൗലിയാരായാലേ ആൾക്കാരെ കിട്ടുള്ളൂ, അതിന് വേണ്ടി ഇറക്കിയതാണത്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. ജിന്ന് സഹായിക്കും എന്ന വിഷയമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതൊന്ന് കേട്ടോളൂ. കൂട്ടത്തിൽ നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്. എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബഹിക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴിയുണ്ടായി ഞാൻ പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. ഇപ്പൊ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന നേരത്ത് ഒരു വാഹനം കൊണ്ട് വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, നിങ്ങളാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാൻ എങ്ങനെ ഒഴിഞ്ഞ്, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ കേട്ടില്ലേ? ജിന്ന് വർഗത്തിൽ സഹായികളുണ്ട്. അതുകൊണ്ട് വാഹന അപകടത്തിനൊക്കെ ജിന്നെന്താക്കൂ? സഹായിക്കും. ബദരീങ്ങൾ സഹായിക്കുന്ന ശിർക്കാണേ, ജിന്നുകൾ സഹായിക്കുന്നുണ്ടല്ലോ, തൗഹീദ്. എന്ന് മാത്രമല്ല, നിങ്ങൾ കേട്ടില്ലേ ജിന്നിന്റെ പരിപാടി? എന്താ ജിന്റെ പരിപാടി? വാഹന അപകടത്തിന് രക്ഷപ്പെടുക. ഈ ട്രാഫിക് നിയന്ത്രിക്കുന്ന ജിന്ന് മുജാഹിദീങ്ങൾ പുതുതായിട്ട് കണ്ടെത്തിയതാ. ട്രാഫിക് നിയന്ത്രിക്കുന്ന കുറച്ച് ജിന്നുകളെ. പിന്നൊന്ന് മൂപ്പര് പറഞ്ഞറിയോ? സുബഹിക്ക് വിളിച്ചുണർത്തിക്കോളും, അലാറം വെക്കണ്ട, അതായാണ് ആ ടൈം പീസ് ഒന്നും വേണ്ട. മുജാഹിദീങ്ങൾ ഇനി എന്താ ചെയ്യാൻ അറിയോ? ഓരോരോ ജിന്നിനെ ശരിയാക്കി വെക്കൂ. ഒരു സപ്പോർട്ടിനൊരു ജിന്ന് വേണോന്നല്ലേ പറഞ്ഞു? സപ്പോർട്ടിനൊരു ജിന്ന് വേണോ എന്നല്ലേ പറഞ്ഞു? ആ മുജാഹിദിന്റെ വൈസ് പ്രസിഡന്റ് ആണത്, ശംസുദ്ദീൻ ബാലത്ത്. അയാളാ പ്രസംഗിച്ച്. ഇനി ഞാൻ കേൾപ്പിക്കുന്ന അറിയോ? ഇങ്ങനെ സഹായിക്കൂ എന്ന് പറഞ്ഞല്ലോ. മോനെ, നമ്മളെ ജർമ്മനിന്ന് അരമണിക്കൂർ കൊണ്ട് മരുന്നെത്തിക്കുന്ന ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ. കേന്ദ്രങ്ങളിലുള്ള പല ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കും, അല്ലേ? അത് യഥാർത്ഥത്തിൽ ശൈത്താനെ ഉപയോഗിച്ചാണ് അവരതൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിഭൂതി എടുത്തു കൊടുക്കുന്നു. ചില തട്ടിപ്പുകളിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ HMT വാച്ച് കൊടുക്ക്, അത് കൊടുക്കും. ജർമ്മനിയിലുള്ള മരുന്ന് ഒരു അരമണിക്കൂർ കൊണ്ടോടെ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? ട്രെയിന് പോകുമ്പോൾ പോകാൻ ശൈത്താന് കഴിയും. അതുകൊണ്ടാണല്ലോ ജിന്നിൽപ്പെട്ട മല്ലൻ പറഞ്ഞു എന്ത് സുലൈമാൻ നബിയോട്, നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം? ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം. അത്രയും ഭാരമുള്ള സിംഹാസനം ആ വായുവിലൂടെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരാൻ ആർക്ക് കഴിയും?
പിശാചിന് കഴിയും, മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. സുലൈമാൻ നബിയുടെ ചരിത്രങ്ങൾ ഖുർആനിൽ നിന്ന് എടുത്തു നോക്കൂ. സുലൈമാൻ നബിയുടെ സൈന്യത്തില് ജിന്നുകളുണ്ടായിരുന്നു. ആ ജിന്നുകളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ആ ജിന്നുകൾ ഉപയോഗിച്ച് കടലിൽ മുങ്ങി രത്നങ്ങൾ എടുക്കാൻ, വലിയ വലിയ മണിമാളികകൾ പണിയാൻ ഒക്കെ അദ്ദേഹം ശൈത്താൻ ഉപയോഗിച്ചിരുന്നു. അപ്പൊ പിശാചിന് മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. ആ കഴിവുകൾ കൊണ്ടൊക്കെ പിശാച് അവന്റെ ആളുകളെ സഹായിച്ചു കൊണ്ടിരിക്കും. മനുഷ്യർക്കില്ലാത്ത ഒരുപാട് കഴിവുണ്ട്, അതുകൊണ്ട് അതിന്റെ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കും. ആരാ സഹായിച്ചു എന്ന് ആദ്യം പറഞ്ഞ്? സുലൈമാൻ നബിനെ. ഇപ്പൊ സുലൈമാൻ നബി ആരാ? ശൈത്താന്റെ ആളെ മൂപ്പര് കണ്ടെത്തിയതാ. ഉള്ളൂട്ട് അമ്പിയാക്കളെ തരുന്നുണ്ടോ? ഉള്ളു കൂടിയാ ചെയ്യാനല്ലേ കബളിപ്പിക്കാണ് പറയുന്നതിന്റെ ഇടക്ക് സുലൈമാൻ നബി ഒന്ന് ശരിയാക്കിയാണ്. എന്ത് ശൈത്താന്റെ ആളുകൾ ഈ ജിന്നുകൾ ശൈത്താൻ സഹായിച്ചുകൊണ്ടിരിക്കും. സുലൈമാൻ നബിനെ ശൈത്താൻ സഹായിച്ചതല്ല, പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം ശൈത്താനെ കൊണ്ട് എടുക്കണമെന്ന് എടുപ്പിച്ചതാ. അതിന്റെ പേര് സഹായം എന്നാ. പോലീസ് സ്റ്റേഷനിൽ കൂട്ടിക്കൊണ്ട് പിടിച്ചോണ്ട് ഒരു ചങ്ങാതിനെ എന്റെ SI എന്ന് പറഞ്ഞ് അടിക്കടാ മുറ്റോന്ന്. ഇവൻ പറയാ ഞാൻ SIനെ സഹായിച്ചോണ്ടിരിക്കുകയാണ്. അടിക്കടാ മുറ്റോന്ന് പറഞ്ഞ SI. അപ്പൊ ഇവനിങ്ങനെ മുറ്റടിക്കുമ്പോ ഇവനിങ്ങനെ പറയും കള്ളം പറയാണ്, ഞാൻ SIനെ സഹായിച്ചോണ്ടിരിക്കുകയാണ്. ഈ എടുക്കടാന്ന് പറഞ്ഞ് എടുപ്പിച്ച സഹായ മൗലവി. അതിന് തലച്ചോറിന്റെ പണിയുടെ മൗലവി ആവോ? അപ്പോ സുലൈമാൻ നബിനെ സഹായിച്ചതല്ല, സുലൈമാൻ നബി ശൈത്താനെ കൊണ്ട് പണി എടുപ്പിച്ചതാ, സഹായിച്ചതല്ല. സുലൈമാൻ നബിനെ ശൈത്താന്റെ ആളുമല്ല, ശൈത്താന്റെ ആളെ സഹായിക്കുന്ന മൗലവി പറഞ്ഞത്. എന്താ പറഞ്ഞത് മൗലവിമാർക്ക് മനസ്സിലായിട്ടുണ്ടോ? പിന്നെ ശൈത്താന്റെ ഫലം കണ്ടില്ല. ജർമ്മനിയിൽ നിന്ന് അരമണിക്കൂർ കൊണ്ട് മരുന്നെത്തിക്കും. ഇനിയിപ്പോ ദുബായിൽ നിന്നൊക്കെ സാധനം എത്തണമെങ്കിൽ നമ്മളെ സക്കരിയ സലാഹിയും ഹുസൈൻ സലഫി എന്താ ചെയ്യാ? ഷാർജയിൽ നിന്ന് ചിലപ്പോൾ റൂമിൽ നിന്നൊരു സാധനം എടുത്തണമെങ്കിൽ ഹുസൈൻ സലഫിക്ക്. അപ്പൊ ഹുസൈൻ സലഫി എന്ത് ചെയ്യും? ശൈത്താനോട് പറയും അരമണിക്കൂറുണ്ട് ഞാൻ നാദാപുരത്ത് കുടുങ്ങിയിരിക്കാം. അരമണിക്കൂറോട് ശൈത്താൻ എത്തിച്ചു. ഇനി കേട്ടോളി, ഇങ്ങനൊക്കെ സഹായിക്കൂന്നല്ലേ ഇവർ പറഞ്ഞു ശൈത്താനെ ജിന്നെ. എന്നാ ആ ശൈത്താന്റെ ശക്തി കേട്ടോ നിങ്ങൾക്ക്. ഇവരീ വിശ്വസിക്കുന്ന ശൈത്താന്റെ ശക്തി ഭയങ്കര ശക്തിയാണ് കേട്ടോ. അതിന്റെ ശക്തി മറ്റേ മൗലവി എന്ന് പറയുന്നത്, ശൈത്താന് ഒരു ബിൽഡിങ്ങിന് തീപിടിക്കുമ്പോ ജിന്നുകളെല്ലാം കരിഞ്ഞു പോകുമ്പോൾ, കാരണം ഓടാൻ കഴിയൂല. പിന്നെ കപ്പല് മുങ്ങുമ്പോ ജിന്നും ശൈത്താനൊക്കെ അങ്ങനെ തന്നെ വെള്ളത്തിലായി പോകുമ്പോലും. ഏത് ശൈത്താന്? അരമണിക്കൂർ കൊണ്ട് ജർമ്മനി പോയി വരുന്ന ശൈത്താനെ. അതാ നിങ്ങൾ കേൾക്കാൻ മതി. ഒന്ന് കേട്ടോളി, അത് വെച്ചെടുത്തവനെ തീപിടിക്കുമ്പോ മരിച്ചു തന്നെ ജിന്ന്. മരണം പലപ്പോഴും ഉണ്ടാവാം. ഭൗതികമായ കാരണങ്ങൾ കൊണ്ട് ജിന്ന് ചിലപ്പോൾ മരിച്ചു വരും. ഇപ്പോ ഒരു കെട്ടിടത്തിന് തീപിടുത്തുണ്ടായ മനുഷ്യന്മാർ മരിക്കുന്ന കൂട്ടത്തിൽ അവിടെ ജിന്നുകളും മരിച്ചു വരും. മറ്റു പലയിടത്തും ഇപ്പോ കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു യാത്രാ വാഹനം, ആ യാത്രാ വാഹനത്തിൽ ഏതെങ്കിലും ഒഴിഞ്ഞ റൂമുകളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വല്ല ജിന്നുകളും താമസമാക്കിയിട്ടുണ്ടെങ്കിൽ ആ കപ്പൽ മുങ്ങി മരിച്ചു എന്ന് വരും. മറ്റു പല അവരുടേതായ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ കൊണ്ട് മരണം ഉണ്ടായെന്ന് വരും. നമ്മൾ തന്നെ ചിലപ്പോൾ വെറുതെ ഒരു കല്ലെടുത്തെറിയുകയോ ഒരു വടി എടുത്തെറിയുകയോ ചെയ്താൽ അതുകൊണ്ട് ഒരു ജിന്ന് മരിച്ചെന്ന് വരും, പരിക്ക് പറ്റിയെന്ന് വരും. നമുക്കതറിയാൻ പറ്റൂല. ജിന്നിന് ജിന്നിന്റേതായ ലോകത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും നമ്മൾ പറഞ്ഞത് ജിന്നിന്റെ പ്രകൃതത്തെ കുറിച്ചാണ്. ഇത് നമ്മൾ നിങ്ങൾ ആരും ഇനി എറിയല്ലേ, എറിയുമ്പോ വളരെ ശ്രദ്ധിക്കണോ. നല്ല ജിന്നിനെ ഞാൻ കൊണ്ടിട്ടുണ്ടെങ്കിലേ എന്നാല് ഒന്നും കൂടി ശ്രദ്ധിക്കണം നിങ്ങള്. ഈ മുജാഹിദീങ്ങൾ മാങ്ങ എറിഞ്ഞിട്ടാലുണ്ടല്ലോ, ഒരു കല്ലങ്ങ് പോകുമ്പോ 3 സാധന പോവുക. ഒന്ന് എറിഞ്ഞ കല്ല്, വേറൊന്ന് കുറച്ച് മാങ്ങ, ഒരു ജിന്നു. മുജാഹിദീങ്ങൾ മാങ്ങ എറിഞ്ഞിട്ടാ ഇനി അങ്ങോട്ട് അങ്ങനെ ഉണ്ടാകുക. എങ്ങനെ? ഒരു ജിന്നും കുറച്ച് മാങ്ങയും ഒരു കല്ലും. മുജാഹിദിന്റെ നേതാവാ പ്രസംഗിച്ചത്. എനിക്ക് കേൾക്കണം നിങ്ങൾക്ക്. ഈ ജർമ്മനി പോയിട്ട് അരമണിക്കൂറോട് മരുന്നുകൊണ്ട് എന്ന ജിന്നിന്റെ കോലായി പറഞ്ഞത്. എന്നാ വേറൊരു ചങ്ങാതി ഡോക്ടറാ, മുജാഹിദ് മൂപ്പര് പറയുന്നത്, നമ്മള് മേശ പിടിച്ചിട്ട് അടുക്കിയിടുമ്പോ അതിന്റെ ഉള്ളിൽ ജിന്ന് കുടുങ്ങിപ്പോവും. മേശ പിടിച്ച് അടുക്കിയിടുമ്പോ അടുപ്പിച്ചിടുമ്പോ ജിന്ന് കുടുങ്ങിപ്പോവും. പിന്നെയോ മൂപ്പര് പറയുന്നത്, ഒരു സ്ത്രീ, മൂപ്പര് ഈ ജിന്ന് ചികിത്സക്കാരനാ, ജിന്ന് ശൈത്താൻ ചികിത്സക്കാരനാ. ഈ ഡോക്ടർ പറയുന്നത്, കാരണം മറ്റേത് പഠിക്കാണ്ട് ഡോക്ടർ ആയതോ അള്ളാഹ്ക്കറിയാം. എന്നിട്ട് മൂപ്പര് പറയുന്നത്, എന്റെ അടുത്തൊരു പെണ്ണ് വന്ന്, അപ്പൊ ആ പെണ്ണിനോട് ഞാൻ ചോദിച്ചു എന്താ എന്റെ രോഗം. അപ്പൊ നോക്കുമ്പോ ജിന്നാ ശൈത്താനാ. ജിന്ന് പറയുന്നു, ഇവൾ എന്റെ ശരീരത്തിൽ മീന്റെ വെള്ളം ഒഴിച്ചാൽ നീ. അപ്പൊ മീന്റെ വെള്ളം ഒഴിക്കുമ്പോ ശൈത്താന്റെ ശരീരത്തിലായി പോവും. നമ്മളെ പെണ്ണുങ്ങളെല്ലാം പേടിപ്പിക്കുക മുജാഹിദ് മൗലവിമാര്. ഇനിയിപ്പോ മീന്റെ വെള്ളം പറിക്കുമ്പോ പെണ്ണുങ്ങൾക്ക് പേടിയാവും. കേട്ടോ നിങ്ങൾ പറയുന്നത്, മുജാഹിദ് ഡോക്ടറാ പ്രസംഗിക്കുന്നത്. ആലോചിച്ചു, ഇപ്പൊ അയാൾ അവിടെ ഇരിക്കുകയാണ്, ഞാനിപ്പോ ആ ഡെസ്ക് തള്ളിട്ട് ആ ജിന്നല്ലേ അവിടെ കുടുങ്ങിപ്പോലെ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ ഇരുന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചു. കാരണം
അപ്പൊ ആ ജിന്ന അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് അയാളെ ഞാൻ കാണുന്നില്ലല്ലോ, ഞാനിപ്പോ ഈ ഡെസ്ക് അങ്ങ് നീക്കിട്ട് അവനോട് കൊടുക്കുമല്ലോ, അവനോട് പ്രതികരിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതാണ്. ഇപ്പോ വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം ഉണ്ടാവും, ചോദിച്ചാൽ എന്തിനാ എൻ്റെ മേത്ത് മീനിന്റെ വെള്ളം ഒഴിച്ചതെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അവിടെ ജിന്ന് നിൽക്കുന്നത് സ്ത്രീക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക, ആ സമയത്തൊക്കെ ഈ ജിന്നുകളെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പൊ ഇവര് നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർ കരുതില്ല. ഇപ്പോൾ നമ്മുടെ ദേഹത്തിൽ ഒരാൾ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ, സ്ത്രീ എന്ന് നേരെ പോയി മൂത്രമൊഴിച്ച് ജിന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കാക്കൂസിനകത്ത്, അതിനെ മേത്ത മൂത്രമൊഴിച്ച്, പിന്നെ ജിന്ന് പ്രതികരിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു പെണ്ണ് മൂത്രമൊഴിച്ചപ്പോൾ ജിന്നിന്റെ വെള്ളം ഏതോ ഒരു സ്ത്രീ പോയിട്ട് കക്കൂസിൽ മൂത്രമൊഴിക്കുമ്പോ ഒക്കെ ജിന്നിന്റെ മേലായിപ്പോ പിന്നെ പെണ്ണുങ്ങൾക്ക് മൂത്രമൊഴിക്കട്ടെ മൗലവി? എന്താണ് എനി നിങ്ങൾക്ക് കേൾക്കണോ? ഈ മൗലവി ഇയാൾ തന്നെയാ പറയുന്നത്. അത് ഡെസ്ക് പിടിച്ചെടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോവും. പിന്നെ മൂപ്പര് പറയുന്നു മേശ പിടിച്ചു നോക്കുമ്പോ അതിന്റെ ഉള്ളിലായി പോവും എന്ന് മാത്രമല്ല, അയാൾ ഒന്നും കൂടി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ശൈത്താന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പണിയെന്നറിയോ? അതിനൊരു നല്ല പരിപാടി ഉണ്ട്. എന്താ പരിപാടി? നിങ്ങൾ ശൈത്താന്റെ കൂടെ കൂടിക്കൊടുത്താൽ മതി. മുജാഹിദീങ്ങളെ വയലാണേ. ഒരു മൗലവിന്റെ പ്രസംഗാണ്, ഡോക്ടർ മൗലവിയ. അയാളെന്താ പറയുന്നത്? നമുക്ക് ശൈത്താന്റെ സഹായം കിട്ടും, ശൈത്താന്റെ സെറിന്ന് ഒഴിവാകുകയും ചെയ്യും. എന്താ വേണ്ടേ? നമ്മൾ ശൈത്താന്റെ കൂടെ കൂടിയിട്ട് അവിശ്വാസിയായി കളിയാ, എന്നാ നമ്മൾ രക്ഷപ്പെടും. മുജാഹിദ് പ്രസംഗിക്കാണ്. ഞാൻ കേൾപ്പിച്ചേരാ നിങ്ങൾക്ക്. അതിന് അയാളൊരു ഉദാഹരണവും പറയുന്നുണ്ട്. എന്താ ഉദാഹരണം അറിയോ? മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ കോൺഗ്രസ്സുകാരെ ചിലപ്പം ഭരണാധികാരികൾ ശല്യപ്പെടുത്തും, സ്ഥലം മാറ്റമല്ലായിട്ട്. അതിനെന്ത് ചെയ്താൽ മതി? മാർക്സിസ്റ്റ് പാർട്ടി ആയിക്കളിയാ. അതുപോലെ കോൺഗ്രസ് ഭരിക്കുമ്പോ മാർക്സിസ്റ്റുകാർ കോൺഗ്രസ് ആയിക്കളിയാ, എന്നാ പിന്നെ സ്ഥലമാറ്റമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ജിന്നിനെ അങ്ങ് തൃപ്തിപ്പെടുത്തിയാല്, ശൈത്താനെ തൃപ്തിപ്പെടുത്തിയാല് പിന്നെ ശൈത്താന്റെ ഒരു ശല്യം ഉണ്ടാവില്ല എന്നാണ് അയാൾ പറയുന്നത്. എത്ര വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു ബിസ്സഹ്മു മിനർ റമിയ. ദീനിൽ നിന്ന് തെറിച്ച് പോകുന്നു. കേട്ടോളി. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളിൽ നല്ലൊരു ശതമാനം പൈശാചികമായ ബാധയാണ്. ഇതിന് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആളുകൾ തള്ളിക്കളയും. ചിലത് രോഗം കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ചിലപ്പോൾ അവയവം മുറിച്ചു മാറ്റിന്ന് വരും. അതുകൊണ്ട് ചിലപ്പോൾ രോഗം മാറിക്കൊള്ളുന്നില്ല. വാസ്തവത്തിൽ ഈ രോഗങ്ങൾ, ഈ പൈശാചികബാധമുള്ള രോഗങ്ങൾ 3 തരത്തിലാണ് ചികിത്സിക്കാൻ പറ്റുക. ഒന്നാമത്തെ ചികിത്സാ രീതി എന്തെന്ന് വെച്ചാൽ പിശാചിനെ നമ്മളങ്ങ് തൃപ്തിപ്പെടുത്തി വെച്ചാൽ മതി. ഉദാഹരണമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കാതിരിക്കട്ടെ, ഞാൻ പാർട്ടിയെ ഒന്നിനും പൊക്കി താത്തി പറയല്ല, ഉദാഹരണം പറയാം. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുക, ഒരു കോൺഗ്രസ്സുകാരനായ ഒരു ഉദ്യോഗസ്ഥന് കുറെ സ്ഥലം മാറ്റും, അങ്ങനെ ഇങ്ങനെയൊക്കെ വല്ലാതെ ശല്യം ഉണ്ടാകുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇയാൾ എന്ത് ചെയ്താൽ മതി? ഏറ്റവും എളുപ്പം ആ മാർക്സിസ്റ്റ് ശല്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ ശല്യം ഉണ്ടാവില്ല. അല്ലെ കോൺഗ്രസ് ഗവൺമെന്റാണ്, മാർക്സിസ്റ്റുകാരനാ പ്രശ്നമെങ്കിൽ എന്ത് അവന്റെ പ്രയാസം മാറാൻ എന്ത് ചെയ്താൽ മതി? ആ പാർട്ടിയിലേക്ക് മാറിക്കൊടുത്താൽ പിന്നെ ഒരു ശല്യം ഉണ്ടാക്കില്ല. ഇതുപോലെ ഒരു വിശ്വാസിയെ ഒരാളെ പിശാച് ശല്യപ്പെടുത്തുക, ആ പിശാചിന്റെ കൂടെ കൂടിക്കൊടുത്ത് അവിശ്വാസിയായി കഴിഞ്ഞാലോ അവൻ സംതൃപ്തിയായി അവന്റെയും ശല്യം മാറ്റും. പിശാച് ജിന്നുകൾ ദേഷ്യം മൂലം ഉപദ്രവിക്കുക മനുഷ്യരെ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട്. ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ചിലപ്പോൾ അറിയാതെ ജിന്നുകളെ മനുഷ്യന് കൊന്നെന്ന് വരും, അല്ലെങ്കിൽ മുറിവേൽപ്പിച്ചു എന്ന് വരും. ഉദാഹരണമായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വിഭാഗമാണിവർ. നമ്മൾ ചിലപ്പോൾ മേശ ഒന്നങ്ങ് അടുപ്പിച്ചിടുമ്പോൾ ജിന്നടക്ക് കുടുങ്ങിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അടുപ്പെന്ന് ചൂടോടെടുത്ത് അങ്ങോട്ട് ഒഴിച്ചപ്പോൾ ജിന്നിന്റെ ദേഹത്തായിരിക്കും വീണ്ടുണ്ടാകുക. അല്ലെ തേങ്ങ വലിച്ചിട്ടപ്പോൾ ജിന്നിന്റെ പുറത്തായിരിക്കും വീണ്ടുണ്ടാകുക. നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷെ ജിന്നുകൾ വിചാരിക്കും ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. നമ്മൾ മേശ എടുത്തതും അതിന്റെ ഉള്ളിൽ കുടുങ്ങി പോകുന്ന ജിന്ന് മൗലവിമാരെ വാഹന അപകടത്തിന് രക്ഷപ്പെടുത്തുന്നു. മനസ്സിലായില്ലേ? ആ ശൈത്താനെ തൃപ്തിപ്പെടുത്തിയാലോ ഒക്കെ പ്രശ്നം തീർന്നു. എങ്ങോട്ടാ പോക്ക് എന്ന് മനസ്സിലായി. വെറുതെ അബൂജഹലിന്റെ ബഹുമാനം പറഞ്ഞു എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ലേ? യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ. ദീനിൽ നിന്ന് അകന്നകന്നു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? സഹോദരന്മാരെ, എന്താണ് വേറൊരു രസം കേൾക്കണോ? എന്താണ്? അതും കൂടി നിങ്ങൾ കാണിച്ചേക്കാം. ബാക്കിയൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ കാണിക്കാം. എന്താണ്?
ഇതെല്ലാം കൂടി ഇവർ പറഞ്ഞപ്പോ അപ്പുറത്തെ മുജാഹിദ് ഉണ്ടല്ലോ, ഏത് മടവൂർ മൗലവി, മടവൂർ മുജാഹിദിന്റെ നേതാവ് അബ്ദുസ്സലാം സുല്ലമി ചോദിക്കുന്നത്, ഇങ്ങനല്ല ഇപ്പൊ ഈ മൗലവിമാര് പറഞ്ഞാല് ഇത് പേരോട് കേൾക്കൂലേ, പേരോട് കേൾക്കൂലേ, സുന്നികള് കേൾക്കൂലേ? നമ്മള് ബദരീങ്ങളെ വിളിച്ചു വരെ സഹായം ചോദിച്ചുകൂടാന്ന് തൊട്ട് ഇപ്പൊ ജിന്നുകളെ സഹായം വേണോന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സുന്നികളോട് തൗഹീദ് പറയാൻ പറ്റുമോ, പേരോടിനോട് പറയാൻ പറ്റുമോ? അതുകൊണ്ട് പേരോടിന് കേസറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അയാൾ പറയുന്നത്. അതൊന്ന് കേട്ടോളി. ഗൾഫിലെ പ്രസംഗത്തിൽ ജനാബ് കെ സക്കരിയ പോലുള്ളവർ ഉദ്ധരിക്കുന്നത് പിശാച്ചിന് ഭൗതിക ഉപകാരമൊക്കെ ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ട്? സുലൈമാൻ നബി ബിൽക്കീസിന്റെ സിംഹാസനം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇഫ്രീത്ത് പറഞ്ഞു, ഞാൻ എന്താ ഞങ്ങൾ ഇവിടുന്ന് സദസ് പിരിയുന്ന മുമ്പ് ആ സിംഹാസനം, സഭയിലെ സിംഹാസനം കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്ത് ജിമ്മിനെന്താണ് വലിയ വലിയ സിംഹാസനം എടുത്തുകൊണ്ടു പോകാനൊക്കെ സാധിച്ചില്ലേ? ഒരു പണ്ഡിതൻ പ്രസംഗിക്കട്ടോ. ഇതേ പണ്ഡിതൻ തന്നെ പിന്നെ സുന്നികളോട് തൗഹീദ് പ്രസംഗിക്കുന്നത്. ഇവർക്ക് തൗഹീദ് പ്രസംഗിക്കേണ്ട അർഹത സുഹൃത്തുക്കളുള്ളത്. ഈ 2 കാസറ്റ് ഞാൻ പേരോടിനെ കൊടുത്തിട്ട് പേരോടിനെ ശ്രദ്ധപ്പെടുത്താൻ മതി. എന്നാ ഇവന്മാർക്ക് പേരോടിനും സുന്നിനെയും തൗഹീദ് പറഞ്ഞ് എതിർക്കാൻ പറ്റുമോ? പേരോടിന്റെ ശ്രദ്ധയിൽ പ്രസംഗം കേൾക്കാത്തോണ്ടാണ്. കാരണം ഇവിടെ പണ്ഡിതൻ പറഞ്ഞ ഇഫ്രീത്ത് എന്ന ജിന്ന് പറഞ്ഞല്ലോ, സഭയിലെ സിംഹാസനത്തെ ഞാൻ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരാം, ആ പിശാച്ചിന് വസ്തുവിനെ കൊണ്ടുപോകാൻ പറ്റൂല. ും എവിടെത്തി കൂട്ടരെ പിശാച്ചിന് ഇങ്ങനെ സാധനമൊക്കെ വഹിച്ചു കൊണ്ടാൻ പറ്റുമെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ താറുമാറാവില്ലേ? ഈ ഹിന്ദു പൂജാരികൾ പിശാച്ച് കുട്ടിച്ചാത്തിനെ കീഴ്പ്പെടുത്തി നമ്മളെ പെണ്ണുങ്ങളൊക്കെ തട്ടിക്കൊണ്ടുപോകില്ലേ? നമ്മളെ പൈസയൊക്കെ കവർ ചെയ്യൂലേ? മുസ്ലിങ്ങളെ സ്വത്ത് മുഴുവനും ഇഫിരീത്തിനൊക്കെ കീഴ്പ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും? ഇന്നും ഇഫിരീത്ത് ഉണ്ടല്ലോ. ഈ ഇഫിരീത്തിനെ ജിന്ന് പൂജകന്മാരൊക്കെ എന്ത് ചെയ്യും? കീഴ്പ്പെടുത്തി നമ്മളെ സ്വത്തൊക്കെ കൊണ്ടുപോയില്ലേ? യുദ്ധം നടക്കുമ്പം മുസ്ലിം പട്ടാളക്കാരൊക്കെ ഇഫിരീത്തിനെ കീഴ്പ്പെടുത്തി ഫ്രാഞ്ച് കൊണ്ടുപോയില്ലേ? അറബി മനസ്സിലായില്ലേ? ഇനി ബദരീങ്ങളെ വിളിച്ചുകൂടെ ചെലുത്താനെ വിളിക്കാൻ ഞങ്ങളിപ്പം പറയുന്നത് അയാൾ ചോദിക്കുകയാണ്. നമ്മളെവിടെ എത്തിയെന്ന് അയാൾ ചോദിക്കുന്നു. ജിന്നിന് അദൃശ്യകാരി അറിഞ്ഞ് പ്രസംഗിച്ചോ? അഭൗതിക മാർഗത്തിലൂടെ പലരും പേടിച്ചാണ് നിങ്ങൾ പ്രസംഗിക്കുന്നതപ്പം. ജിന്ന് പൂജകന്മാർക്ക് വരെ, സാത്താൻ ആരാധിക്കുന്നവർ വരെ നിങ്ങൾ ആയത്തോയി തെളിവുണ്ടാക്കുക. ഇപ്പൊ നമ്മൾ വേണ തൗഹീദ് ഏതാണ് മുജാഹിദ് വേണ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ചു തേടിയ ഉപകാരം ചെയ്യൂല, ഇഫ്രീത്തിനെ വിളിച്ചു തേടിയ ഉപകാരം ചെയ്യുന്ന അതാണ് കൂട്ടരെ തൗഹീദ് കേട്ടോ. ബദരീങ്ങളെ വിളിച്ചു തേടിയാത്ത സഹായം ചെയ്യൂല, ഇഫ്രീത്തിനെ വിളിച്ചു തേടിയാത്ത. ഇതാണോ കൂട്ടരെ തൗഹീദ്? ഇതാണോ കൂട്ടരെ തൗഹീദ്? ഞങ്ങളാ ചോദിക്കുന്നത്, ഇതാണോ കൂട്ടരെ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ചു തേടിക്കൂടാ, ജിന്നുങ്ങളെ വിളിച്ചു തേടാം, ശൈത്താനെ വിളിച്ചു തേടാം. ജർമ്മനിന്ന് 5 മിനിറ്റ് കൊണ്ട് വരുന്നു. അതേസമയത്ത് മൊഹീദ്ദീൻ, അത് മുജാഹിദിന്റെ ഇന്നേ വരെ പണ്ഡിയ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് അബ്ദുസ്സലാം സുല്ലമി, ഇപ്പൊ മടവൂർ മുജാഹിദിന്റെ ഏറ്റവും വലിയ നേതാവ്. ഇവരെല്ലാം ഒന്നല്ലേ കമ്പനി. സക്കരിയ സലൈന്റെ ഉസ്താദാണ്. ഹുസൈൻ സലഫിന്റെ ഉസ്താദാ പറയുന്നത്. എനിക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെല്ലാം കൂടി ഇതെന്താ പായത്? അതിനെ നമുക്ക് മനസ്സിലാക്കാം.